ഓക്കെ, ടി വി പ്രസാദ്, ഗുഡ് ഈവനിങ്. 2023 തന്നെ നടപടിയെടുത്തു. 4 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി, കുറ്റക്കാരെ സസ്പെൻഡ് ചെയ്തു. എത്ര ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങൾ നടപടിയെടുത്തത്? വീണ്ടും നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ലൈൻ പിടിച്ചായിരുന്നോ ഇന്ന് സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ സഭയിലെ പോക്ക്? ഉറപ്പായും ഭരണപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമായിരുന്നു സുജയ രാവിലെ തന്നെ. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് സ്വീകരിച്ച് അത് ചർച്ച ചെയ്തേക്കാം എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയതും പിന്നീട് 2.5 മണിക്കൂർ നീണ്ട ചർച്ച നിയമസഭ കാണുകയും ചെയ്തത്. ആദ്യ ദിവസം തന്നെ കസ്റ്റഡി മർദ്ദനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഭരണപക്ഷത്തെ പ്രതിരോധിക്കാനായിരുന്നു, ഭരണപക്ഷത്തെ തകർക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കമെങ്കിൽ മറ്റൊരു തലത്തിൽ ശ്രദ്ധേയമായ ഒരു നീക്കം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ UDFന്റെ ഭരണകാലത്താണ് ഒരുപാട് മർദ്ദനങ്ങൾ നടന്നതെന്നും അതിലൊക്കെ നിങ്ങൾ എന്തു നടപടിയാണ് സ്വീകരിച്ചതെന്നും തിരിച്ചുള്ള ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും ഒടുവിലായി ഈ പറയുന്ന ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരെ പിരിച്ചുവിടുന്ന കണക്ക് പറഞ്ഞ മുഖ്യമന്ത്രി നിങ്ങളുടെ കാലത്ത് ഒരാളെ പോലും പിരിച്ചുവിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ തന്നെ രംഗത്ത് വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷം പ്രധാനമായും ഉദ്ദേശിച്ചത് നിയമസഭയിൽ ഭരണപക്ഷത്തെ പ്രധാനമായും ആക്രമിക്കുക, ഈ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ എന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുകയും ചെയ്തത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയതോടുകൂടി മുഖ്യമന്ത്രി പഴയ കാലങ്ങൾ ഒന്നൊന്നായി പറയുകയും പുതിയ കാലത്ത് ഏറ്റവും നല്ല പോലീസാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും എടുത്തു പറയുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഭരണപക്ഷത്തുള്ള മറ്റ് സംസാരിച്ച MLA-മാരിൽ നിന്ന് ഒരു കാര്യം ഏതാണ്ട് മനസ്സിലായത് ഇവർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, അവരെ പിരിച്ചുവിടുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് റോഷി വിശദീകരിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സമര രീതിയിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയും ചെയ്തു. സുജയ.